അപ്പോൾ ജ്യൂസ് അടിച്ച് കുറച്ച് ബാക്കി നോമ്പല്ല ഇപ്പം എല്ലായിടത്തും ഉണ്ടാവേണ്ടത്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. അതായത് ആപ്പിൾ വെച്ചിട്ട് ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കണം. ആപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, ഇതിൽ കുറച്ച് പാല് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, പിന്നെ ഈത്തപ്പഴല്ലേ അതും പാടെ കൂട്ടിക്കണം. അത് ഇങ്ങനെ ഓരോ ഈത്തപ്പഴം എടുത്തിട്ട് നമ്മളിങ്ങനെ നമുക്ക് നാലല്ലേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇടാം. കുരു വെച്ച് മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇടുക. പിന്നെ ഇതിൽ കണ്ടറിയാം, ഇങ്ങോട്ട് വന്ന് നോക്കണേ. നോക്കാം, ഇത് കണ്ടില്ലേ സാധനം ഇതിലുണ്ട്, കണ്ടോ? നമുക്ക് വേറെ പാത്രമല്ല, അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടായിക്കണം. പാത്രം ഉണ്ട് അവിടെയൊക്കെ വേറെ പൂള ഓഫ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് റെഡിയായി. ഇനി കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അവർക്ക് പഴമാണ് വേണ്ടത്. അതിന് പകരം പഴത്തിന് പകരം ഞാൻ എന്ത് ചെയ്തിക്കണേ, മറ്റേത് എന്താ ആപ്പിള്. പഴം ഉണ്ട്, പഴം പൗത്തിട്ടില്ല, ഇന്നലെ വാങ്ങിയത് പഴമൊക്കെ. പഴം പച്ചനെ ഞങ്ങൾ പഴം ജ്യൂസ് അടിച്ചേക്കണേ. കുറച്ച് അവല് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര അവല് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ടയറിനും കൂടെ കുറച്ച് പോയിട്ടുണ്ട്, ഇനി അവൾക്ക് പണിയേക്കണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ ഇങ്ങനെ മറ്റേ ഗ്ലാസ്സിലാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ കഴിഞ്ഞു. ഐസ് തേങ്ങയാണ്, തേങ്ങ ഇങ്ങനെ മഞ്ഞ് വരും, ഭയങ്കര ഐസാണ് ഇത്. ഉണ്ടോ ഫുള്ള് ഇതിൽ ഐസ് ഉണ്ടാവും, ഐസ് ഉണ്ടാവും. ഇത്ര തേങ്ങ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അങ്ങോട്ട് തിന്നുക. നമ്മളിത് നമ്മളെ പാത്രം ഉണ്ട്, പാത്രത്തിൽ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം. ഓക്കെ, നമ്മളിനി ഇത് പാത്രത്തിൽ ആക്കണം. നമ്മൾ സാധനം റെഡി ആക്കണില്ലേ, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുക. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. സാധനം റെഡി ആക്കണം. ഇനി നമ്മളിത് കഴിക്കാൻ പോകണം. എന്താ അവസ്ഥ നോക്കട്ടോ. പായ ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, മറ്റേ ഞങ്ങൾ ഈ ആപ്പിൾ ഇട്ടാണ് ഉണ്ടാക്കിക്കൊണ്ട്. മാഷാ അല്ലാഹ് നല്ല രസമുണ്ട്. ഇല്ല കാര്യം പറയാം, റമദാൻ മാസമാണ് ഞാൻ പറയുന്നത്. നല്ല രസമുണ്ട്. എന്താ അടിപൊളി. കൊള്ളാം. അസ്സലാമു അലൈക്കും. അപ്പോൾ സാധനങ്ങൾ തിന്ന് കഴിഞ്ഞു. പക്ഷെ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്നിട്ട് എന്താണ് അവസ്ഥ നോക്കി എന്നിട്ട്. സാധനമാണ് നമ്മുടെ സാധനം ആപ്പിള് കുറച്ച് പഞ്ചസാര ഇട്ടൊരു ആപ്പിൾ ജ്യൂസ് അടിക്കുക. ആപ്പിൾ കുറച്ച് ഒരു ആപ്പിൾ എടുക്കുക, പാൽ വയ്ക്കുക, പഞ്ചസാര വയ്ക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായൻ്റെ ഒരു ഇതിടാം. എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് അത് നേരെ എന്ത് ചെയ്യുക, പഞ്ചസാര കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചുകൂടി പാല് എക്സ്ട്രാ പാലും, അല്ലെങ്കിൽ അതിനുള്ള എക്സ്ട്രാ പാലും മറ്റേ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, തേങ്ങ ഇടണം. ഈത്തപ്പഴം വേണ്ട എല്ലാവരും ഇട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. നോമ്പല്ല, ഇപ്പം എല്ലായിടത്തും ഉണ്ടാവേണ്ടതാണല്ലോ. അതിടുക. നട്ട്സ് വേണമെങ്കിൽ ഇടുക.
പിന്നെ തേങ്ങ, പിന്നെ അവലിടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണ്ടി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനിതിന്ന് ഞാൻ ഒരു തോന്നലുകൊണ്ട് ഏതായാലും അപ്പോണ്ട് ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പഴം ഞാൻ വാങ്ങി. ആ പഴം പച്ചപ്പഴമാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ കാട്ടുക, നല്ല പൂതി ഉണ്ടായിരുന്നു. സംഭവം എങ്ങനെയാ വെച്ചാൽ നമ്മൾ നോമ്പ് തുറക്കാൻ ആപ്പിൾ ജ്യൂസ് അടിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയി വന്നപ്പോഴാണ് പഴം കണ്ടപ്പോൾ എന്നാൽ പഴം വാങ്ങുക, അവിലുണ്ടല്ലോ അവിടെ, നമുക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വെച്ചു. റോബസ്റ്റ് പഴമാണ്, പക്ഷെ പഴുപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ റോബസ്റ്റ് പഴം നമുക്ക് വെറുതെ തിന്നാനും ടേസ്റ്റ് അല്ലേ, അപ്പോൾ ഞങ്ങൾ അത് വാങ്ങി, അതുകൊണ്ട് അടിക്കരുത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ പഴം പഴുത്തിട്ടില്ല. അപ്പോൾ ആപ്പിൾ ജ്യൂസിക്ക് ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കി. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാണ്, ടേസ്റ്റ് ഉണ്ടാവും എന്ന് അറിയില്ല, പക്ഷെ കുടിച്ചപ്പോൾ എനിക്കും പറ്റി. നല്ലോണം പറ്റി, അതുകൊണ്ടാണ് അങ്ങോട്ട് പറയുന്നത്. കഴിച്ച് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ, നമ്മളെ വീഡിയോസ് കാണുന്നത് എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ വരുമ്പോൾ പുതിയ വീഡിയോസുകൾ നമ്മൾ ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ എത്തണമെങ്കിൽ അതൊക്കെ ചെയ്യണ്ടേ. ഇങ്ങനെ കൂടുതൽ നമുക്ക് അറിയുന്നില്ല, എന്നാലും നിങ്ങൾ കഴിയണമെന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിൽ നന്ദി. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നന്ദിയില്ല സംഭവം പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.